രാവിലെ ജസ്റ്റ് ഫ്രീ ആയതുകൊണ്ട് ഇവിടെ വന്ന് ഇവന് ഫീഡൊക്കെ ചെയ്യാനും ഇവന് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി വന്നേ. അവനവിടെ ഒരു ഡോഗിനെ കണ്ടു, അതുകൊണ്ട് അവൻ കുരയ്ക്കുന്നത്. കാണാൻ അവനെ പോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷെ ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇച്ചിരി അല്ല, അത് നല്ല ബ്രൗൺ ആണ്. പിന്നെ അടിപൊളി ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പേര് ഹൊക്കോയിറ്റുൻ ആണ്. ഇത് കണ്ടോ, ചെറിയൊരു ലേക്കാണിത്. ആളുകൾ നടക്കാനും ഒക്കെ വരുന്നൊരു ചെറിയൊരു ലേക്കാണ്. ആളുകൾ നടക്കാനൊക്കെ വരുന്നതാണ്. നല്ല ഭംഗിയുള്ള വീടുകളുണ്ട്. രസമല്ലേ, ഇവിടെ വന്ന് വീടൊക്കെ മേടിച്ച് താമസിക്കാൻ അടിപൊളിയായിരിക്കും. നല്ലൊരു വ്യൂ ആണ്. ഇവനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവരുന്നത്. അപ്പം ഇവൻ്റെ ആ ഒരു കൊരയും ഒക്കെ ഒന്ന് കുറയും. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആദ്യമൊക്കെ പുറത്തിറങ്ങും ഭയങ്കര കൊരയായിരുന്നു. ചെറിയ ഡിസ്ട്രാക്ഷൻസ് വരുമ്പം അവൻ വരയ്ക്കുന്ന. ഇത് ആക്ച്വലി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വീടുകൾ കേട്ടോ. ഓരോ ഇപ്പം എന്താ പറയുക, വ്യത്യസ്തപരമായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. ഒരൊറ്റ വീടാണ്, നമ്മുടെ നാട്ടിലേക്ക് ഒരു വീടിൻ്റെയൊക്കെ സ്റ്റൈല്. സാധാരണ ഇങ്ങനത്തെ വീടുകൾ നമ്മൾ കാണത്തില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈപ്പ് വീടുകളാണ് ഇതെല്ലാം. ബ്ലാക്ക് കളറായിരിക്കും അതിൻ്റെ പെയിൻറ്റ്. പിന്നെ സ്റ്റെപ്സ് ഉണ്ട് അവർക്ക് ഇറങ്ങി വരാനും കയറി പോകാനും ഒക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇതൊരു പോഷ് ഏരിയ ആണ് ആക്ച്വലി. ഇവിടെ എനിക്ക് തോന്നുന്നു സ്ഥലത്തിന് വീടിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുള്ളൊരു സ്ഥലമാണ്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ തണുപ്പുണ്ട്. നൈസായി നല്ലൊരു കാമിങ് എൻവയോൺമെൻറ്റും. പല സ്ഥലങ്ങളിലായിട്ട് കണ്ടോ റബ്ബിഷിൻ്റെ ബിന്ന് വെച്ചേക്കുന്നുണ്ടോ. ഈ പറ എന്ന് എഴുതിയേക്കുന്നുണ്ട്. ഈ പറ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാവോറി വേർഡാണ്. എന്ത് ഭംഗിയാണ്. സമ്മറിൽ വരുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാര്യം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ ലേക്ക് കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര തണുപ്പായിട്ട് തോന്നുന്നു. സമ്മറിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫീലായിരിക്കും. ഭയങ്കര ഒരു കാമിങ് എൻവയോൺമെൻ്റ് ആണ്. മരങ്ങളൊക്കെ കണ്ടോ, ഒക്കെ തന്നെ ഇലകളൊന്നുമില്ല. ഇനി സ്പ്രിങ് കഴിയണം, സമ്മർ അടുപ്പിക്കുമ്പോഴേ ഇലകളൊക്കെ തിരിച്ചു വരത്തുള്ളൂ.
നൈസല്ലേ, വീടിനെ തൊട്ട് ചേർന്ന് തന്നെ ലേക്കും. ഓ, അത് രാവിലെയൊക്കെ കാണാനായിട്ട് എന്തൊരു സീനായിരിക്കും. ഇവിടെ ഒരാളെ കാണും, ഇവിടെ എന്തോ ക്ലീൻ ചെയ്യുമെന്തോ ആണ്. നൈസ്, ഒരു ഗ്ലാസ് ഹൗസ് ആണത്. എനിക്കിവിടെ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. വീടൊക്കെ വെക്കുവാണെങ്കിൽ ഇവിടെ വേണം ഒരു വീട്. നൈസ. ബോൺസ് കയറി നോക്കിയേ വരുമോന്നറിയില്ല. ഞാൻ ചെയ്തോട്ടെ. You're doing good. Good boy, Leo. Good boy. Very good boy, Leo. Yes, yes. Come here, come here. Yeah, come here. Yeah. Come here. Leo, Leo boy. Leo boy, come here, Leo. Leo, come here. Good boy. വലിക്കല്ലേ? Good boy, Leo. Good boy. Good boy. ഇനിയും കൂടെ ഇറങ്ങും. താഴോട്ട് പോ. Okay, good boy. Come here, go. No, this way, we go down. Come here. Hi, come here. Good boy. Good boy. അടിപൊളി. താറാവുകളെ കണ്ടോ? ഇതാണ് താറാവ്. ഇവിടുത്തെ താറാവുകളൊക്കെ ഒന്നൊന്നര താറാവാണ്. ഇവർ പറക്കും നന്നായിട്ട്. ഇതൊന്നും ആരും വളർത്തുന്നതൊന്നും അല്ല. ഇതുപോലെ ഇവിടെ പുല്ലുകൾക്കിടയ്ക്കും ഇതുപോലെ കാടിനിടയ്ക്കൊക്കെ പോയി മുട്ടയിടും. ഫ്രീ ആയിട്ട് നടക്കുന്ന താറാവുകളാണ്. അവിടെ ഒരു നൈസ് ടെൻറ്റ് കണ്ടോ? അടിപൊളി. ഇവിടെ ഒരു ഗെയിം നടക്കുവാണ്. ഇത് വെള്ളത്തിൽ കളിക്കുന്ന ഒരു ഗെയിമാണ്. ടീം തിരിഞ്ഞ് നിൽക്കുവാണ് അവര്. സ്റ്റാർട്ടായി. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. എനിക്കൊന്നും അവർ പഠിപ്പിക്കുവാണെന്ന് തോന്നുന്നുണ്ടോ അവിടെ. ഇവരുടെ ആയിരിക്കും ഈ ടെന്റ്. നമ്മുടെ ബോട്ടിങ് വരുന്നുണ്ട്.
അവരതിൻ്റെ സൈഡിൽ കൂടെ പോകുമായിരിക്കും. അതേ കണ്ടോ, ആ കെനോയി ആ നെറ്റിനകത്ത് എറിയണം ആ ബോൾ കളിച്ച് കളിച്ച്. ഇവിടെ എഴുതിയേക്കുന്നത് ഡോഗ്സ് ഓൺ ലീഷ്. നമുക്ക് ഡോഗ്സിനെ ലീഷിൽ തന്നെ കൊണ്ടുപോകണം, വാർണിംഗ് ആണ്. ഇത് ബേർഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ ഫീഡ് ചെയ്തതെന്നും കാര്യങ്ങളൊക്കെയാണ്. ആ ഫിഷിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. യു ആർ വെൽക്കം ടു ഫിഷ് അറ്റ് ഹൊക്കോവിറ്റു ലഗൂൺ. എ ഫിഷിംഗ് ലൈസൻസ് ഇസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ ലൈസൻസ് വേണം. അവൈലബിൾ ഫ്രം സ്പോർട്സ് ആൻഡ് ഷോപ്സ് ആൻഡ് ദ ഫിഷ് ആൻഡ് ഗെയിം കൗൺസിൽ. പിന്നെ ട്രൗട്ട് ആർ ലേസ്ഡ് ആനുവലി ഇൻ ടു ദ ഹൊക്കോവിറ്റു ലഗൂൺ ആസ് ദേ ആർ അണേബിൾ ടു ബ്രീഡ് ദെയർ. ഓക്കെ, പ്ലീസ് ലിമിറ്റ് യുവർ ക്യാച്ച് സോ ആസ് ടു ഷെയർ ഓൾമോസ്റ്റ് അതേഴ്സ് ടു ഓപ്പർച്യൂണിറ്റി ക്യാച്ച് ട്രൗട്ട്. ഫിഷ് കോമൺലി സീൻ ഇൻ ലഗൂൺസ് ആർ ഡിസ്ക്രൈബ്ഡ് ഹിയർ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വന്ന് ഇന്ന് ഫുൾ ടൈം നിന്ന് അങ്ങോട്ട് ഫിഷിങ് നടത്തിയിട്ട് പോകരുത്. എല്ലാവർക്കും ഫിഷിങ് ചെയ്യണം, ഇതൊരു ഹോബിയായിട്ട് കണക്കാക്കുക. അപ്പം ഫിഷിങ് നമ്മൾ എല്ലാവർക്കുമായിട്ട് വിട്ടുകൊടുക്കുക, മീൻസ് മറ്റുള്ളവർക്കൂടെ വിട്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷിങ് ലിമിറ്റ് ചെയ്യണമെന്നാണ്, ഒരു ഹോബിയായിട്ട് കണ്ടിട്ട് ചെയ്തിട്ട് പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഉള്ളത് ഗോൾഡ് ഫിഷ് ഉണ്ട്, പേർച്ച് ഉണ്ട്, പിന്നെ ഷോർട്ട് ഫൈൻഡ് ഈലുണ്ട്. ഈലെന്ന് പറഞ്ഞാൽ നമ്മുടെ വാളയൊക്കെ പോലെ ഇരിക്കുന്നത് കണ്ടോ കണ്ടോ ഈൽ. പിന്നെ റെയിൻബോ ട്രൗട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു ട്രൗട്ട് കിട്ടിയായിരുന്നു കൊച്ചിന്. പിന്നെ ഇവിടെ ഈ ടൈപ്പ് ഡക്സ് ഒക്കെ ഉണ്ട് കണ്ടോ. ബ്ലാക്ക് സ്വാൻ ഉണ്ട്. സ്വാൻ ഞാൻ അടുത്ത് എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ആ സൈഡിലാണ് സ്വാൻ ഞാൻ കണ്ടേക്കുന്നത് കണ്ടോ. ഈ ഡക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പം ഇതാണ്. പിന്നെ റബിഷ് ബിൻ, നല്ലൊരു അടിപൊളി ബ്രിഡ്ജുണ്ട്. ഞാനിവിടെ വന്ന് പണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസൊക്കെ. ഞങ്ങൾ യൂഷ്വലി വരുന്നത് അതുവഴിയായിരുന്നു. അതായത് ഞങ്ങൾ പണ്ട് താമസിച്ചത് ഇതിൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഈ പാലം കയറി അപ്പുറത്തിറങ്ങണം. അവിടെ ഞങ്ങൾ റെൻറ്റിന് താമസിച്ചത്. അപ്പം ഞങ്ങൾ അതുവഴി നടന്ന് ഇവിടെ വരുമായിരുന്നു. അപ്പം അതിൻ്റെ നടന്നു ഒരാൾ ദൂരേ ഉള്ളൂ. ഇതേ ഒരു താറാവിനെ കണ്ടോ. പിന്നെ നോ ഫിഷിംഗ് ഇൻ ദിസ് ഏരിയ. ഈ സൈഡിൽ വന്ന് ഫിഷിംഗ് ചെയ്യരുത്. ഓക്കെ, എവിടെയൊക്കെ ഫിഷിംഗ് ചെയ്യാമെന്നും ചെയ്യരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വാർണിംഗ്, വി ഡു നോട്ട് റെക്കമെൻഡ് ടു കോൺടാക്ട് വിത്ത് വാട്ടർ ഇൻ ദ ഹൊക്കോവിറ്റു ലഗൂൺ ഡ്യൂ ടു ഹ്യൂമൻ ഫീക്കൽ ബാക്ടീരിയ. ഓക്കെ, ഇവിടെ വന്ന് അപ്പിയിടുക, മുള്ളുക, പിന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങുക പരിപാടികളൊന്നും പാടില്ല. അപ്പം നമ്മൾ ഈ താറാവിനെയും ഇവിടുത്തെ ഫിഷിനെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. യാ, പോകാൻ പറഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ ഉണ്ട് ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നു. എന്നാൽ പിന്നെ ഒന്ന് കണ്ടു നോക്കാം. ഒരു ചെറിയ വെയിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ
ഇവിടോട്ട് വന്നത്. വെയിലപ്പം അങ്ങ് പോയി, പക്ഷെ കുഴപ്പമില്ല, ക്ലൈമറ്റ് ഓക്കെയാണ്. ബോണി ദേ അവിടെ നിൽക്കുക. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയതാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. ഇതിൻ്റെ ഒരു ശബ്ദം കേട്ടോ. ഇവിടെ കരയിലൊക്കെ കയറി നടക്കും. മീൻസ് ആരും തന്നെ അങ്ങനെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെ പിടിച്ചുകൊണ്ട് പോകാനോ ഉള്ള മൈൻഡ് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടവർ തന്നെയാണ്. വീണ്ടും വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ലിയോ ഒത്തിരി കാമായിട്ടുണ്ട്. ഇങ്ങനെ പബ്ലിക്കിലൊക്കെ വന്നു, ആൾക്കാരെയൊക്കെ കണ്ടു. യെസ് ലിയോ, വീട്ടിൽ പോവാം ലിയോ, നമുക്ക് വീട്ടിൽ പോവാം. ലിയോക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ? രസമല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയി. അടിപൊളി, നല്ലൊരു വ്യൂ ആണ്. പേര് SWAN, right? സ്വാൻ. അതിൻ്റെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ശരിക്കും ഇവര് ഭയങ്കര ഇതായിട്ട് നടക്കുന്നത്. ഒരുമിച്ച് പറഞ്ഞോട് കാണും, ഒരു പേരോടെ കാണേണ്ടതാണ് കൂടുതൽ. അമ്മയായിരിക്കും തോന്നുന്നു. കറിയിലേക്ക് ഇട്ട് കൊടുത്തു കൊടുക്കുന്നു.